നാഗരാജാവേ, നീ പോയാ ഞാൻ പിന്നെ എന്താ ചെയ്യാ? ദയവായി നീ പുറത്തേക്ക് വരൂ. എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു താ. എന്റെ ഭർത്താവ് അവിടെ എന്നെ കാണാതെ പ്രയാസപ്പെടുന്നുണ്ടാവും. എനിക്ക് അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിന്റെ അടുത്ത് എത്തണം. നാഗരാജാവേ, എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. എന്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. ദയവായി പുറത്തേക്ക് വരണേ. മാല എന്തിനാ എന്റെ കഴുത്തിൽ വീണത്? അതൊരു അപശകനമാണല്ലോ. ഗായത്രിയെ പോലെ തന്നെ ഞാനും മരണപ്പെടുമെന്നാണോ? ഗായത്രി അവള് പകയോടെ എന്നോട് പ്രതികാരം ചെയ്യാൻ വരുമോ? അവളുടെ പ്രേതാത്മാവ് എന്റെ ജീവൻ എടുക്കൂ എന്നതിന്റെ അടയാളമാണോ ഇത്? പറയാൻ പറ്റില്ല. ദുരാത്മാക്കൾക്ക് മോക്ഷം ലഭിക്കാറില്ലെന്നല്ലേ പറയാറ്. അവർ ആത്മശാന്തി ലഭിക്കാതെ അലഞ്ഞടക്കും. കൊലപാതകത്തിലാണ് മരിച്ചതെങ്കിൽ ആ ബാധ പകരം വീട്ടാൻ വന്നെന്നിരിക്കും. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ കേട്ടിട്ടില്ലേ? ഏതായാലും കാലം നമുക്ക് അനുകൂലമല്ല. അങ്ങനെ വേണം കരുതാൻ. ചേച്ചി, നമുക്ക് ചുറ്റിനും ഇപ്പൊ സംഭവിക്കുന്നതെല്ലാം എനിക്കും ചേച്ചിക്കും പ്രതികൂലമാണ്. സൂക്ഷിക്കണം. നമ്മൾ കുറച്ച് മുൻകരുതലോടെ കാര്യങ്ങൾ നീക്കണം. ആ മാല ചേച്ചിയുടെ കഴുത്തിൽ വീണപ്പോ എന്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് തെക്കോട്ട് വിരിച്ച വാഴയിലയിൽ പട്ടും കച്ചയും പൊതിഞ്ഞ് കഴുത്തിൽ ഹാരവുമായി കിടക്കുന്ന ചേച്ചിയുടെ ജീവനറ്റ ശരീരമായിരുന്നു. അപ്പോ നീ അവിടെ വെച്ച് പറഞ്ഞതോ ഗായത്രിയുടെ ആത്മാവ് എന്നെ സ്നേഹിക്കാൻ വന്നതാണെന്നല്ലേ പ്രതാപ നീ പറഞ്ഞത്? ചേച്ചി ചേച്ചി അത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചേച്ചി രക്ഷിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞേ. അപ്പോ ആയി സെത്താതെ ആ ഗായത്രി ദേവി പോലെ ഞാനും മരണപ്പെടുവല്ലേ? അത് ഗായത്രി ദേവി എന്നെ കൊല്ലുമല്ലേ പ്രതാപ? ഇതൊക്കെ വെറും അന്ധവിശ്വാസമാ. പിന്നെ ഗായത്രി ദേവി ഒന്ന് പ്രവേശിച്ച് കൊല്ലാൻ പോവല്ലേ? ചത്ത തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ചേച്ചി എന്ത് ചെയ്യാനാ? ഗോസ് ക്യാൻ ഡു എനിത്തിങ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പേടിച്ചാ മതി, പ്രേതങ്ങളെ പേടിക്കണ്ടാന്ന്. കാറ്റടിച്ച് ആ മാല ചേച്ചിയുടെ കഴുത്തിൽ വീണു. ആ ഫോട്ടോയുടെ ചോട്ടിൽ പോയി നിന്നോണ്ടാ ചേച്ചിയുടെ കഴുത്തിൽ മാല വീണത്. അത്ര തന്നെ. അതിനിങ്ങനെ പേടിക്കൊന്നും വേണ്ട. സങ്കടപ്പെടാതിരിക്കും പ്രഭേച്ചി. ടേക്ക് ഇറ്റ് ഈസി. ആ, ഇത് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ചേച്ചിയുടെ കാര്യം നോക്ക്. സുശീല പറഞ്ഞതാ ശരി. നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല പ്രതാപ. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ജയിലിൽ നിന്നിറങ്ങിയ ശേഖരന് എന്ത് സംഭവിച്ചു എന്നതാണ്. അയാൾ ഏത് പാതാളത്തിലും മറഞ്ഞിരുന്നാലും അയാളെ നമുക്ക് പുറത്തു കൊണ്ടുവരണം. അതിനുള്ള മാർഗമാണ് നമ്മൾ കാണേണ്ടത്. ഏത് വിധേനയും ശേഖര മേനോനെ കണ്ടെത്തി അയാളെ തീർക്കണം. തെളിവിനൊരു പല്ലോ നഖമോ പോലും അവശേഷിപ്പിക്കരുത്. പാർവതി, പാർവതി,
എന്റെ അടുത്തേക്ക് വരരുത്. എന്നെ ഉപദ്രവിക്കാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. നിന്നെ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. ഞാനേ വക്കീലിന്റെ മോളാ. പോ. நான் திரும்பி போயா அம்மா தாயே யாரு ரட்சிக்கும்? இங்க இருந்து ரட்சப்பட வேண்டையா? அம்மா தாயே இங்க இருந்து உங்களை ரட்சிக்கான் எனக்கு மட்டும்தான் பറ്റും. இந்த குழி நான் போட்டது. ഞാള് വെച്ച കെണിയാ ഇത്. കാട്ടുപന്നിയെ മാനയം പിടിക്കുന്നതുക്ക് നാം പോട്ട കെണി. ഇതിൽ നിന്ന് உங்களுக்கு രക്ഷപ്പെടണമെങ്കിൽ നാം വിചാരിക്കണം. ഇല്ലെങ്കിൽ இதுதா உங்களோட சாவு. என்ன வேணும்? நான் உங்களை ரட்சிக்கணுமா? திரும்பி போனமா? சொல்லு. உங்களோட வாழ்வும் சாவும் உங்களோட கைத்தான் இருக்க. രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. சரி, ரட்சிക്കാം. உங்களை ரட்சிക്കാം. ஆனா எனக்கு என்ன கிடைக்கும்? എന്നെ രക്ഷിച്ചോ ഞാൻ എന്ത് വേണേലും തരാം. പ്ലീസ്. இந்த மாலை தருமா? ഇതെനിക്ക് കിടക്കുമാ? തരാം. ഇത് ഞാൻ തരാം. கொடு, சீக்கிரமா கொடு. இப்ப ரட்சிക്കാം. വളരെ ഉപകാരം. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. നാഗരാജാവേ, ജയ എന്നോട് പാമ്പിൻ പുറ്റിൽ കൈയിടാൻ പറയുന്നു. ഗായത്രി അമ്മ എന്നോട് ഒന്നും പേടിക്കാതെ മുന്നോട്ട് പോവാൻ പറയുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവമേ, നാഗരാജാവേ, എനിക്കൊരു നല്ല വഴി കാണിച്ചു തരൂ. ഈ പുറ്റിൽ എന്താ ഉള്ളത്? അതുകൊണ്ട് വിശാൽ സാറിന്റെ കുടുംബത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? വിശാൽ സാറിന് വരാൻ പോകുന്ന ആപത്തുകൾ അകന്നു പോവോ? പാർവതി, 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 വിശാൽ സാർ, പാർവതി. നീ ഇവിടെ വന്ന് നിൽക്കാണോ? എന്തിനാ പറയാതെ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞാൻ നിന്നെ തേടി എവിടെയെല്ലാം വന്നു. പാർവതി, ഏ ഇതിനി ഗായത്രിയമ്മയുടെ ആത്മാവ് കോപിച്ചതായിരിക്കൂ. ചേച്ചിയുടെ ആത്മാവ് കോപിച്ചതാണെങ്കിൽ അതിന് പരിഹാരം കാണണമല്ലോ. ഗായത്രിയമ്മയുടെ ഫോട്ടോയിലെ മാല എങ്ങനെയാ കൃത്യമായിട്ട് പ്രഭാവതി അമ്മയുടെ കഴുത്തിൽ വീണത്?
അത് പ്രഭാവതിയുടെ കഴുത്തിൽ തന്നെ വീണുവെങ്കിൽ അതിനെന്തെങ്കിലും നിമിത്തം ഉണ്ടായിരിക്കും. പക്ഷേ അതെന്താണെന്ന് എത്ര ചിന്തിച്ചിട്ടും വ്യക്തമായിട്ടൊന്നും മനസ്സിൽ തെളിയുന്നില്ലല്ലോ. ചിലപ്പോ ഗായത്രി അമ്മയുടെ ആത്മാവ് അന്വേഷിക്കുന്ന ആളാണ് പ്രഭാവതിയെങ്കിലോ? അതെ, ഇത് ഞങ്ങളുടെ കുടുംബകാര്യ. നിങ്ങൾ എന്തിനാ ഇതിൽ തലയിടുന്നേ? നിങ്ങൾക്കിതിലെന്താ കാര്യം? അതെ, നിങ്ങളോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അല്ലെങ്കിൽ ഇയാളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? സുശീലേ, എന്താ ഇത്? അല്ല, ഇയാൾ പറഞ്ഞത് കേട്ടില്ലേ? ഗായത്രി ചേച്ചിയുടെ ആത്മാവ് പ്രഭേച്ചിയെ അന്വേഷിക്കാണ് പോലും. എന്താ അതിന്റെ അർത്ഥം? മരിച്ചവരുടെ ആത്മാക്കൾ, പ്രേതാത്മാക്കൾ എന്തിനാ ജീവിച്ചിരിക്കുന്നവരെ അന്വേഷിക്കുന്നേ? പ്രതികാരം വീട്ടാനല്ലേ, കൊല്ലാനല്ല. അതായത് ഗായത്രി ചേച്ചിയുടെ ആത്മാവ് പ്രഭേച്ചിയെ കൊല്ലുമെന്നാ ഇയാൾ ഉദ്ദേശിച്ചത്. എന്റെ സുശീലേ, നീ എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? ആത്മാക്കള് പ്രതികാരം വീട്ടാൻ മാത്രമേ വരൂന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ചന്ദ്രേട്ടന് പെട്ടെന്ന് എന്തോ മനസ്സിൽ തോന്നി. അത് ഇദ്ദേഹം മുന്നും പിന്നും നോക്കാതെ പറഞ്ഞു, അത്രേ ഉള്ളൂ. സുശീലേ, നിനക്ക് പ്രായവും പക്വതയൊക്കെ ആയില്ലേ? പ്രായമായവരോട് ഇങ്ങനെയൊക്കെ ആണോ സംസാരിക്കേണ്ടത്? ചന്ദ്രേട്ടൻ നമ്മുടെ അതിഥിയാ. അതിഥികളെ ഈശ്വരനെ പോലെ കാണണമെന്നാ. നീ ചന്ദ്രേട്ടനോട് മാപ്പ് ചോദിച്ചേ. ഞാനെന്തിനു മാപ്പ് പറയണം? അതിന്റെ ആവശ്യമൊന്നുമില്ല, മാപ്പൊന്നും പറയണ്ട. ഞാനൊരു സംശയം പറഞ്ഞു, അതൊരു നിമിത്തം പോലെ വന്നു, അതുകൊണ്ട് പറഞ്ഞു പോയതാ. മാപ്പ് പറയുന്നത് ഒരു കുറച്ചിലൊന്നും അല്ല സുശീലേ. ആ മാപ്പ്. അയ്യേ, ഇങ്ങനെയാണോ മാപ്പ് ചോദിക്കുന്നത്? എനിക്ക് ഇങ്ങനെ മാപ്പ് ചോദിക്കാനേ സൗകര്യമുള്ളൂ. അതിഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ അയാളോട് മാപ്പ് ചോദിക്കും. ഞാൻ എന്തിനാ മാപ്പ് പറയുന്നേ? അത് കൊള്ളാലോ. മതി മതി, തർക്കമൊന്ന് നിർത്ത്. കാറും കോളും ഒക്കെ മാറിയല്ലോ. ഇനി എല്ലാരും അവരവരുടെ കാര്യം നോക്കി പോവാൻ നോക്ക്. ഗാർഗി, ഇന്നിവിടെ നടന്ന സംഭവങ്ങൾ എന്തിന്റെയൊക്കെയോ സൂചനയാ. ചേച്ചി കാണിച്ചു തന്ന അടയാളവാ. ഇതിന്റെ പൊരുൾ കണ്ടെത്തണം. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. പാർവതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ചിലപ്പോ മനസ്സിലാവുമായിരുന്നു. ചേച്ചിയുടെ ശരീരം മാത്രമേ വെണ്ണീറായിട്ടുള്ളൂ. ആത്മാവ് ഇവിടെ തന്നെയുണ്ട്. കെട്ടടങ്ങിയെന്ന് കരുതുന്ന പലതും, പല രഹസ്യങ്ങളും ചേച്ചിയായിട്ട് തന്നെ പുറത്തു കൊണ്ടുവരും. നിനക്കേ കാട്ടുമൃഗങ്ങളെ വേട്ടയാടിയ ശീലമുള്ളൂ. എന്നാ ഞാനേ മനുഷ്യനെ വേട്ടയാടുന്നവളാ. എനിക്ക് കിട്ടാത്തതെന്തും മറ്റുള്ളവർക്ക് കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്നവളാ ഞാൻ. അതിനുവേണ്ടി ആരുടെ ജീവനും ഞാൻ എടുക്കും. ഒരുത്തിയുടെ ജീവൻ എടുക്കാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ തീരെ പ്രതീക്ഷിക്കാതെ എനിക്ക് നിന്റെ ജീവൻ എടുക്കേണ്ടി വന്നു.
പാർവതി വേഗം വാ, നമുക്ക് ഇവിടുന്ന് പോവാം. പാർവതി വേഗം വാ, വരാൻ. നമ്മള് പുറ്റിന് മീതെ വീഴാൻ തുടങ്ങിയത് നാഗരാജാവിന് കോപം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അതാ നാഗരാജാവ് നമ്മളെ നോക്കി ചീറ്റുന്നത്. നാഗരാജാവ് സമാധാനത്തോടെ മടങ്ങാതെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോയാ അത് പാപമാവും വിശാൽ സർ. നാഗരാജാവ് നമ്മളെ ശപിക്കും. പാർവതി, നീ എന്തൊക്കെയായി പറയുന്നേ? ഇത് വെറും പാമ്പല്ലേ? ഇതിനെയാണോ നാഗരാജാവെന്ന് പറയുന്നത്? ഇത് നാഗരാജാവൊന്നും അല്ല, മൂർഖനാ, മൂർഖൻ. വിശാൽ സർ, ഇതിന്റെ കൊത്തു കൊള്ളും മുമ്പേ ഇവിടുന്ന് പോവാം. വാ, നീ വന്നേ. ഇല്ല, ഇവിടുന്ന് ഇങ്ങനെ പോവാൻ പാടില്ല. നമുക്ക് ഇതിനെന്തെങ്കിലും പരിഹാരം ചെയ്യണം. ഇല്ലെങ്കിൽ അത് ദോഷാവും വിശാൽ സർ. എന്തെങ്കിലും ആപത്ത് സംഭവിക്കും. പാർവതി, പരിഹാരം ചെയ്തിട്ടേ ഞാൻ ഇനി വരുന്നുള്ളൂ. മുത്തശ്ശ, ആരാ അത്? ഗാർഗി മോളാണോ? അതെ, ഞാൻ തന്നെയാ. ഞാൻ മുത്തശ്ശനുള്ള കാപ്പിയും കൊണ്ട് വന്നതാ. ഇയാൾക്ക് ശരിക്കും കാഴ്ചയില്ലാത്തതാണോ അതോ അഭിനയിക്കുന്നതാണോ? ഒന്ന് പരീക്ഷിച്ചാലോ? മുത്തശ്ശ, ദേ കാപ്പി ഞാനിവിടെ ടീപ്പോയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ടീപ്പോയിലോ? ശരി, ഞാൻ എടുത്തോളാം. ഇയാൾക്ക് കണ്ണ് കാണുന്നുണ്ടോ? ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. എവിടെ മോളെ കാപ്പി? ഞാൻ തെരഞ്ഞിട്ട് കിട്ടുന്നില്ലല്ലോ. നീ എന്നെ കളിപ്പിക്കാൻ നോക്കാണോ? മോളെ, വെറുതെ ഈ പാവത്തിനെ ഇങ്ങനെ പറ്റിക്കാതെ ആ കാപ്പി ഇങ്ങെടുത്ത് എന്റെ കൈ തന്നേ. മുത്തശ്ശന് കാപ്പി തപ്പിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കുമായിരുന്നു. സാരമില്ല, ദേ കാപ്പി ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. മുത്തശ്ശൻ ഇത് പിടിച്ചോ. ഈ താടി ഒറിജിനലാണോ? ദേ, ഈ മീശയിലും താടിയിലൊക്കെ കാപ്പിയായല്ലോ. നമുക്ക് ഈ മീശയും താടിയൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞാലോ? ഏയ്, അതൊന്നും വേണ്ട. താടി മീശയൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. മുത്തശ്ശ, മുത്തശ്ശന്റെ കാഴ്ച എപ്പോഴാ നഷ്ടപ്പെട്ടത്? അല്ല, മുൻപ് കാഴ്ച ഉണ്ടായിരുന്നു എന്ന് കേട്ടു. എന്താ സംഭവിച്ചേ? മോളെ, ഞാൻ ജന്മനാ കാഴ്ചയില്ലാത്തവനല്ലായിരുന്നു. പക്ഷേ പതിയെ പതിയെ കാഴ്ച ഇല്ലാതായി. അതിനുശേഷം ഈ ലോകം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ശബ്ദം കൊണ്ടും മണം കൊണ്ടും സ്പർശനം കൊണ്ടുമാണ് ഞാൻ ഓരോന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ ഒന്നും കാണാൻ പറ്റില്ലേ? ഒന്നും കാണാൻ പറ്റില്ല, തീരെ കാണാൻ വയ്യ. അയ്യോ, അപ്പൊ മുത്തശ്ശന്റെ കാര്യം വല്ലാത്ത കഷ്ടമാണല്ലോ. ഹേയ്, അതൊന്നും സാരമില്ല മോളെ. ഇരുട്ടിൽ തപ്പുന്നത് വർഷങ്ങളായി തുടരുന്ന പ്രക്രിയയല്ലേ. അതുകൊണ്ട് ഇപ്പൊ അതൊരു ശീലമായി. നിങ്ങളെപ്പോലെ തന്നെ ഏതാണ്ട് എല്ലാ പ്രവൃത്തികളും എനിക്ക് ചെയ്യാനാവും. നിങ്ങൾക്ക് കാഴ്ചയുണ്ട്, എനിക്ക് കാഴ്ചയില്ല.
അതുമാത്രമാണ് വ്യത്യാസം. ഇവൾക്ക് എന്നെ വീണ്ടും സംശയം വന്നല്ലോ. അപ്പോ ഇനി ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി പാർവതി മോൾ ഇവളോട് എനിക്ക് കാഴ്ചയുണ്ടെന്ന് പറഞ്ഞു കാണുമോ? മുത്തശ്ശൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ. എന്നാലേ ചൂട് പോകുന്നതിന് മുമ്പ് കാപ്പി കുടിക്കും. ആ